കുറച്ച് ടഫ് ചോദ്യമാണ്. ഒരു ബാഗിൽ 7:2:8 എന്ന അനുപാതത്തിൽ 1 രൂപ, 50 പൈസ, 25 പൈസ നാണയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബാഗിൽ 300 രൂപയാണ് മൊത്തത്തിലുള്ളത്. 50 പൈസയുടെ നാണയങ്ങൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. റേഷ്യോ തന്നിട്ടുണ്ട് 7:2:8 എന്ന്. അത് 1 രൂപയാണ്, 50 പൈസയാണ്, 25 പൈസ. ഈ 3 എണ്ണമാണ് ആ ബാഗിലുള്ളത്. മൊത്തം പൈസ എന്ന് പറഞ്ഞാൽ 300 ആണ്. അതിൽ 50 പൈസയിൽ എത്ര നാണയങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു 3 സെറ്റ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം 1 രൂപയുടെ, 50 പൈസേൻ്റെ, 25 പൈസയുടെ. അപ്പം നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1 രൂപ എന്ന് പറയുന്നതിന് അനുപാതം ഇപ്പോൾ 7 എത്രയാണ് അനുപാതം എത്രയാണ്? 7:2:8 ആണ്. 7:2:8 ഇതാണ് അനുപാതം എന്ന് പറയുന്നത്. ഏതിൻ്റെയൊക്കെ? 1 രൂപ, 50 പൈസ, 25 പൈസ അല്ലേ? അപ്പോൾ 1 രൂപക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 7 എന്നും 50 പൈസക്ക് കണക്കായിട്ട് എത്രയാണ്? 2 എന്നും 25 പൈസക്ക് കണക്കായിട്ട് 8 എന്നുള്ള അനുപാതമാണുള്ളത്. നമ്മൾ എങ്ങനെ എടുക്കും? മൊത്തം വാല്യൂ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്ന ആ ബാഗിൽ 300 രൂപയാണ്. 300 രൂപയാണുള്ളത് അല്ലേ? ഇത്രയും അറിയാം. അപ്പം നമ്മൾ എന്താണ് നോക്കണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എത്ര നാണയങ്ങൾ, നമ്പർ ഓഫ് കോയിൻസ് എത്രയായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ റേഷ്യോ എത്രയാണ്? 7:2:8 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 7x 2x 8x എന്നാവും ഈ പറഞ്ഞ കോയിനുകളുടെ എണ്ണവും ചേർത്തിട്ടുള്ള അനുപാതം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ വ്യത്യാസമാണ്. ഒന്ന് 1 രൂപയാണ്, 2x എന്ന് പറയുന്നത് 50 പൈസയാണ്, 8xy കറസ്പോണ്ട് ചെയ്യുന്നത് 25 പൈസയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ 300 എന്ന് പറയുന്ന ഒറ്റ വാല്യൂ ഇല്ല. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം ഒരേ വാല്യൂവിൽ കൊണ്ടുവരണം. അപ്പം ഒരേ വാല്യൂവിൽ കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ മൂല്യം നമ്മൾ നിശ്ചയിക്കണം. ഈ 7x എന്ന് പറയുന്ന 1 രൂപയാണ്. അപ്പോൾ എന്താണ്? 7x തന്നെയാണ്. 7 രൂപ എന്ന് കണക്കിലാക്കി ഇത് രൂപയിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? 2 × 2x × 50 പൈസയാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം എത്രയാണ്? 50 പൈസേൻ്റെ മൂല്യം എന്ന് പറയുന്നത് 2 × 50 പൈസ എന്ന് പറയുന്നത് 1 രൂപയാണ്. 1 രൂപ. അപ്പോൾ 1x ആയി. 8x ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയാണ്? എണ്ണത്തിലാണ് ഈ 8x. 25 പൈസയേ ഉള്ളൂ, 25 പൈസയാണ്. 8 × 0.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 അല്ലേ? 1/4 × 8 എന്ന് പറഞ്ഞാൽ 2 രൂപയാണ്. അപ്പോൾ 2x. ഈ അനുപാതത്തിലായിരിക്കും പൈസയുടെ മൂല്യം ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 300 രൂപയാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഈ മൂല്യം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താ? എന്നാലേ നമുക്ക് 300 എന്ന ടോട്ടൽ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയായി? 8x പ്ലസ് ഇതെന്ത് പറ്റി? 2x ആണ്. 7x + 1x + 2x ആണ്. ഇത് തെറ്റിപ്പോയതാണ്, എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. 2x ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂ കിട്ടി? 8x + 10x അല്ലേ? 10x = 300 x = 30. ഓക്കെ, എക്സ് താഴെ പോയി കഴിഞ്ഞാൽ 10 കട്ടാവും, 30 അപ്പോൾ എണ്ണം എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്ത് എക്സ് 30. അപ്പം ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? നമ്മുടെ 7:2:8. 50 പൈസയെ ഡിനോട്ട് ചെയ്ത റേഷ്യോ 2 ആണ്. അപ്പോൾ 2x ആണ്. എത്രയാണോ എണ്ണമുള്ളത് 50 പൈസ, അത് എക്സ് 30 കിട്ടി. അപ്പോൾ 2 × 30 60. അപ്പോൾ 50 പൈസയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ എ 60 ആണ്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു തവണ കൂടി ഇതിൻ്റെ പരിപാടി എന്താണെന്ന് നമ്മൾ നോക്കും. തന്നിരിക്കുന്ന അനുപാതം എന്ന് പറയുന്നത് 1 രൂപയുടെ 7:, 50 പൈസയുടെ 2:, 20 പൈസയുടെ 8 എന്ന അനുപാതമാണ് തന്നിരിക്കുന്നത്. ഇതിൽ 300 രൂപയാണ് മൊത്തം ബാഗിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കോയിൻസ് എക്സ് ആയിട്ട് എടുത്തു. 7x 2x 8x. പക്ഷേ ഇതങ്ങനെ
ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 രൂപ, അതായത് ഇപ്പോൾ പൈസയിലോ ഇപ്പോൾ അതായത് പൈസയിലോ അല്ലെങ്കിൽ രൂപയിലോ ആയിരിക്കണം. ഇത് ഒന്ന് 50 പൈസ എന്ന് പറയുന്നുണ്ട്, ഒന്ന് 1 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂല്യമെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു, രൂപയിലേക്ക് മാറ്റാൻ വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് 7x ഇൻറ്റു അതിൻ്റെ മൂല്യം എത്രയാണ്, 7xൻ്റെ കോയിൻ്റെ വാല്യൂ എത്രയാണ്, 1 രൂപ കോയിനാണ് 7 എന്ന് പറഞ്ഞ റേഷ്യോയിലുള്ളത്. അപ്പോൾ 7x ആയി. 2x ഇൻറ്റു 0.5, കാരണം എന്താ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 50 പൈസയാണ് അതിലുള്ളത്. അപ്പോൾ മൊത്തത്തിൽ മൂല്യം എത്രയാണ്, 1x ആയി റേഷ്യോയിൽ. 8 ഇൻറ്റു 0.2x, അതായത് എന്താ 25 പൈസയായിരുന്നു. അപ്പോൾ 8x ഇൻറ്റു 25 പൈസ എന്ന് പറയുന്നത് 2x എന്ന് പറഞ്ഞ രൂപയുടെ വാല്യൂ ആയി. അപ്പോൾ റേഷ്യോ രൂപയിലേക്ക് മാറി. അപ്പോൾ ഇത് മുഴുവനും കൂടെ കൂട്ടി എന്ത് കിട്ടും, 300 രൂപ കിട്ടും. 7x + x + 2x, അപ്പോൾ 10x = 300, x 30 ആയി. അപ്പോൾ 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും എത്ര എണ്ണമാണ്, 2x ആണുള്ളത്. നമുക്ക് 2x ആണ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത്. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 30 കിട്ടിയതുകൊണ്ട് 2 ഇൻറ്റു 30 60. ഇത്രയേ ഉള്ളൂ, 60 കോയിനുകൾ. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.